നമസ്കാരം, ബിന്ദു വിനയനാണ്. ഇത് നോക്കിയ എല്ലാവരും സുന്ദരിയായ പെറ്റൂണിയ അല്ലേ? നല്ല ഭംഗിയാണ് കേട്ടോ അവളെ കാണാൻ. ഇത് വലുതായിട്ട് ഉണങ്ങി തുടങ്ങിയ ഒരേ ഭാഗങ്ങൾ, എന്നാൽ നമുക്ക് അവിടെ തൈകളൊക്കെ വരും. ഇനി കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താലേ ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് തൈകൾ എടുക്കുകയും ചെയ്യാം, പ്രൊപ്പഗേഷൻ നടത്താം. ചെടിയുടെ ഉണങ്ങിയ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നല്ല വൃത്തിയാക്കിയ കത്രിക ആയിരിക്കണം ഉപയോഗിക്കുന്നത്. കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മളിത് കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെ നമുക്ക് ധാരാളം പൊടിപ്പുകൾ വരും. അപ്പോൾ നല്ല ബുഷിയായിട്ട് ചെടി നിൽക്കുകയും ചെയ്യും, നന്നായി പൂക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത്, പൂക്കളുണ്ടെങ്കിലും കാര്യമാക്കണ്ട, അത് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്തെടുത്തു. അതിൽ കുറച്ചൊക്കെ നമുക്ക് നടാനുള്ള കട്ടിങ്സ് കിട്ടും, അത് എടുക്കട്ടെ. അതിന് ശേഷം എങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെ പതുക്കെ പൊട്ടിച്ചെടുത്താൽ ഇത് കിട്ടും, അതല്ല കത്രിക കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ടിങ്സുകൾ വെച്ചാൽ ചെടി പിടിച്ചു കിട്ടൂല. ഇതുപോലത്തെ നമ്മൾ നടേണ്ടത്. ഇങ്ങനെ മുളച്ച് വരുന്ന ചെറിയ തീർപ്പുകൾ കേട്ടോ. ആറ്റുമണലിലാണ് ഞാനിത് നടാൻ ഉദ്ദേശിക്കുന്നത്. വേരുകൾ വേഗം പിടിക്കാൻ നല്ലത് മണലാണ്. അപ്പോൾ മണൽ ഈ ഹോളിൽ കൂടെ പോകാതിരിക്കാൻ നമുക്ക് കുറച്ച് ചകിരി നാര് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അതിന് ശേഷം മണലിട്ട് കൊടുക്കാം. ഇതിൻ്റെ നടുന്ന രീതിയൊക്കെ വളരെ എളുപ്പമാണ്, പക്ഷേ പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചകിരിച്ചോറൊക്കെ വെച്ച് നട്ടാൽ വെള്ളം കൂടിയാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് മണലിൽ തന്നെ നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളം മുഴുവൻ വാർന്നു പോകും. അപ്പോൾ വെള്ളം ഇതിൽ കെട്ടി നിൽക്കുന്നില്ല, അപ്പോൾ ചെടി ചീത്തയായി പോവുകയില്ല. ചെടി നട്ടു കഴിഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററിൽ 2 ml എടുത്തിട്ട്, ഞാൻ സാഫാണ് എടുത്തിരിക്കുന്നത്, സാഫ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന എല്ലാ വെള്ളവും അങ്ങോട്ട് താഴേക്ക് പെട്ടെന്ന് ഊർന്നു പോകും, മണലായതുകൊണ്ട്. പിന്നെ ഈ ചെടി മഴയത്ത് ഇടാൻ പറ്റൂല, നമ്മൾ ഷെഡിൽ തന്നെ വളർത്തണം. വെയിലും അധികം കൊള്ളാൻ പറ്റൂല. ഇൻഡയറക്റ്റ് ലൈറ്റായിട്ട് വേണം വളർത്താൻ. നന്നായി പൂക്കും. വളങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലിക്വിഡ് വളങ്ങൾ ഒഴിക്കുക, NPK കൊടുക്കാം, പിന്നെ ഇടയ്ക്ക് എപ്സം സാൾട്ട് കൊടുക്കാം. അങ്ങനെ ഇംഗ്ലീഷ് വളങ്ങളാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ജൈവ വളങ്ങൾ കൊടുക്കാറില്ല, പെട്ടെന്ന് അങ്ങനെ ചീഞ്ഞു പോയാലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.